അടുത്താണ് യുണൈറ്റഡ് നേഷൻസിൻ്റെ പീസ് ആക്ടിവിറ്റീസ്, അതായത് യുണൈറ്റഡ് നേഷൻസിൻ്റെ പ്രവർത്തനങ്ങൾ. അപ്പോൾ ലോക സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രധാന സംഘടന ഏതാണ്? ഐക്യരാഷ്ട്ര സംഘടനയാണ്. അപ്പോൾ നമുക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത് മെഡിറ്റേഷൻ ആക്ടിവിറ്റീസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു രാജ്യമോ ഒരു സംഘടനയോ ഒരു വ്യക്തിയോ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് പ്രശ്നപരിഹാരം നടത്തുന്നതിനെയാണ് മീഡിയേഷൻ എന്ന് പറയുന്നത്. ഐക്യരാഷ്ട്ര സംഘടന ഒരു ഇടനിലക്കാരനെ പോലെ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുകയാണ് ചെയ്യുന്നത്. 1950 കാശ്മീർ പ്രശ്നത്തിൽ ഐക്യരാഷ്ട്ര സംഘടന പ്രശ്നപരിഹാരത്തിനായി ഇടനിലക്കാരെ അയച്ചിരുന്നു. നമുക്കിനി എന്താണ് സാങ്ഷൻ എന്ന് നോക്കാം. ഉപരോധം. അന്തർദേശീയ നിയമങ്ങൾ ലംഘിക്കുന്ന രാഷ്ട്രങ്ങൾക്കെതിരെ ഐക്യരാഷ്ട്ര സമിതിയുടെ ആഭിമുഖ്യത്തിലും അല്ലാതെയും അന്താരാഷ്ട്ര സമൂഹം ഏർപ്പെടുത്തുന്ന നയതന്ത്രപരവും സാമ്പത്തികവും വാണിജ്യപരവുമായ ഉപരോധങ്ങളാണ് ഇത് സാങ്ഷൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഐക്യരാഷ്ട്ര സംഘടന രാജ്യങ്ങൾക്കിടയിൽ സമാധാനം ഉണ്ടാക്കുവാൻ എടുക്കുന്ന പ്രശ്നപരിഹാര രീതിയിൽ എന്താണെന്ന് നോക്കാം. തർക്കങ്ങൾക്ക് സമാധാനപരമായ മാർഗത്തിലൂടെ ഒത്തുതീർപ്പുണ്ടാക്കാനായിട്ട് UNO ശ്രമിക്കുന്നുണ്ട്. പിന്നെന്താ, സൈനികേതര മതങ്ങളുടെ രാജ്യങ്ങളെ സമാധാനത്തിന്റെ പാതയിലെത്തിക്കുകയാണ് ഇത്തരം പ്രവർത്തനങ്ങളുടെ പിന്നിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. പ്രശ്ന രാജ്യവുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കുക, ആയുധ വ്യാപാരം നിരോധിക്കുക, കൈ ചുമതി ഇറക്കുമതിയും തടയുക, ബാങ്ക് ഡെപ്പോസിറ്റുകൾ മരവിപ്പിക്കുകയെല്ലാം എന്താണ് സൈനികേതര മാർഗങ്ങളിൽ പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പിന്നെന്താണ് UN-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളൊന്നാണ് ലോക സമാധാനത്തിനായുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്. UN നിലവിൽ വന്നപ്പോൾ മുതൽ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രവർത്തനത്തിന് വലിയ പ്രാധാന്യം നൽകി. 1948 അറബ് ഇസ്രയേൽ യുദ്ധത്തിന്റെ സമയത്താണ് UN തന്റെ സമാധാന സംരക്ഷണ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. അന്ന് മുതൽ UN 60-ൽ പരം സമാധാന സംരക്ഷണ പ്രവർത്തനങ്ങൾ ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ്, സൗത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നടത്തിയിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമാധാന സഹവർത്തിത്വത്തിനായി 1949 UNOGIP എന്ന സംഘടന സ്ഥാപിച്ചു. കാശ്മീർ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. ഇപ്പോഴും ഈ സംഘടന ഈ കാര്യത്തിൽ പ്രവർത്തനക്ഷമമാണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം 1965 എന്താണ് UNIOM യുണൈറ്റഡ് നേഷൻസ് ഇന്ത്യ ഒബ്സർവേഷൻ മിഷൻ സ്ഥാപിതമായത്. അത് 1966 വരെ നിലനിന്നിട്ടുണ്ട്. ഇത്രയാണ് ഇതിൽ വരുന്ന UN-ന്റെ പീസ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ.